മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിച്ച് സംഗീത ലോകം. മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് പൂങ്കുന്നത്തെ വീട്ടിലെത്തി. പൂങ്കുന്നത്തെ ചക്കാമുക്ക് തൊട്ടേക്കാട് ലൈൻ തറവാട് വീട്ടിലാണ് മണ്ണത്ത് ഹൗസ് ലൈനാണ് മൃതദേഹം എത്തിച്ചത്. 12 മണി മുതൽ സംഗീത അക്കാദമിയുടെ റീജിയണൽ തിയേറ്റർ ഹാളിൽ പൊതുദർശനം നടത്തും. ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ചേന്ദമംഗലം പാലിയം തറവാട്ടിൽ പൊതുദർശനവും വൈകിട്ട് 3 മണിക്ക് പാലിയം തറവാട് ശ്മശാനത്തിലാണ് സംസ്കാരം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി 7:54 ജയചന്ദ്രന്റെ വിയോഗം. തൃപ്പൂണിത്തുറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും ചേന്ദമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി 1944 മാർച്ച് 3 എറണാകുളത്താണ് ജയചന്ദ്രൻ ജനിച്ചത്. പിന്നീടാണ് ഇരിങ്ങാലക്കുട പാലിയത്തേക്ക് താമസം മാറിയത്. ചേന്ദമംഗലത്തെ പാലിയം സ്കൂൾ, ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂൾ, ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂൾ, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു ജയചന്ദ്രന്റെ വിദ്യാഭ്യാസം. ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ജയചന്ദ്രന് മൃദംഗത്തിൽ 1-ാം സ്ഥാനവും ലളിതഗാനത്തിൽ 2-ാം സ്ഥാനവും ലഭിച്ചു. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായിരുന്നു ജയചന്ദ്രൻ പാടി പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്ര ഗാനം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി ജയചന്ദ്രൻ 16,000-ലേറെ ഗാനങ്ങൾ പാടിയിട്ടുമുണ്ട്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 1 തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണയും നേടിയിട്ടുണ്ട്. കേരള സർക്കാരിന്റെ JC ഡാനിയൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഭാര്യ ലളിതയും മക്കൾ ലക്ഷ്മി ദിനാനാഥനുമായിരുന്നു കുടുംബം.